ആ കുടുംബത്തെ പ്രതിനിധീകരിച്ചുകൊണ്ട് ഷിൻഡോ മുമ്പോട്ട് വന്ന് ഒരു വാക്ക് അനുശോചനം അറിയിക്കുമല്ലോ. ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം മുത്തുപെടുമാറാകട്ടെ. വത്സല്യ മാതാവിൻ്റെ വേർപാടിൽ ദുഃഖത്തിലായിരിക്കുന്ന തൻ്റെ മക്കൾ, കൊച്ചുമക്കൾ, മരുമക്കൾ, ബന്ധുമിത്ര, ചാർച്ചക്കാർ, അയൽവക്കക്കാർ, സഭാവിശ്വാസികൾ, കർത്താവിൻ്റെ ശ്രേഷ്ഠ ദൈവഭൃത്യന്മാരേവർക്കും ധന്യനായ ക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. പ്രത്യേക വളരെ എനിക്ക് മാതാവുമായിട്ട് ഒത്തിരി നിങ്ങളത്രയും ബന്ധമില്ലെങ്കിലും എന്ന് ഫോൺ വിളി കണ്ട അന്നു മുതൽ എന്നു പറയുന്നൊരു കാര്യം ഇതാണ്, വചനത്തെക്കുറിച്ച് മാത്രം, പ്രത്യാശയെക്കുറിച്ച് മാത്രം പറയുന്ന ഒരു മാതാവായിരുന്നു. അതുകൊണ്ട് എനിക്ക് വളരെ ശക്തിയോടെ ഇന്ന് ഈ നിമിഷം ഞാൻ നിന്നുകൊണ്ട് പറയും, മാതാവിനെ വീണ്ടും കാണാമെന്നൊരു പ്രത്യാശയാണ് ഇന്ന് പകൽ എന്നെ ഇവിടെ നയിക്കുന്നത്. സ്തോത്രം. വിശുദ്ധ ബൈബിൾ പ്രഖ്യാപിക്കുന്നത് ഇങ്ങനെയാണ്. 115 സങ്കീർത്തനത്തിൽ 16 വാക്യം ഇങ്ങനെ പറയുന്നു, തൻ്റെ ഭക്തൻ്റെ മരണം യഹോവയ്ക്ക് വിലയേറിയതാകും. ആരാണ് ഭക്തൻ? ഒത്തിരി ചോദ്യം, ഒത്തിരി ഉത്തരം പറയാം. ഒന്നാമത്തെ ചിലർ പറയും എല്ലാ ദിവസവും പ്രാർത്ഥിക്കുന്ന ആളാണ് ഭക്തൻ, എല്ലാ ദിവസവും പള്ളിയിൽ പോകുന്ന ആളാണ് ഭക്തൻ. പക്ഷേ വിശുദ്ധ വചനം പറയുന്നു, 1 തെസ്സലോനിക്കർ 4 16 വാക്യം ഇങ്ങനെ പറയുന്നു, കർത്താവ് തന്റെ ഗംഭീരനാദത്തോടും പ്രധാന ദൈവദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിൻ്റെ കാഹളത്തോടും കൂടെ വരുമ്പോൾ ക്രിസ്തുവിൽ മരിച്ചവർ ആദ്യം ഉയർക്കും. ആരാണ് ഭക്തൻ? ഉത്തരം, ക്രിസ്തുവിൽ മരിക്കുന്ന നീയാ ഭക്തൻ. അതുകൊണ്ട് ഇന്ന് പകൽ ക്രിസ്തുവിൽ നാം മരിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? നാം ക്രിസ്തുവിൽ ജനിക്കണം. ക്രിസ്തുവിൽ ജനിച്ച് ക്രിസ്തുവിൽ വളർന്ന് ക്രിസ്തുവിൽ മരിക്കുന്ന ഒരു ഭക്തൻ്റെ മരണത്തിലാണ് 116 സംഗീതക്കാരൻ പറയുന്നത്, ആ മരണമാണ് സ്വർഗം സന്തോഷിക്കുന്നത്. അതുകൊണ്ട് എൻ്റെ വാക്ക് ഞാൻ വേഗം നിർത്തുകയാണ്. പ്രത്യേക ഈ ദേശം ഇവിടെ കടന്നു വരുവാനും ഉള്ള കാരണമെന്ന് പറഞ്ഞാൽ എൻ്റെ പ്രിയ പെങ്ങളുടെ പ്രിയ മമ്മിയാണ്. അതുകൊണ്ട് പ്രത്യാശ നൽകിക്കൊണ്ട് ഓരോ വചനം സംസാരിക്കുമ്പോൾ ഒരു കാര്യം മനസ്സിലായി, ഇന്ന് താമസമെന്ന നമ്മുടെ കർത്താവ് താമസമെന്ന മേഘത്തിൽ വരാൻ സമയമായി. അതുകൊണ്ട് ഈ കടന്നു വന്നിരിക്കുന്ന ദൈവനത്തോട് ഞാൻ ചോദിക്കുന്ന ചോദ്യമുണ്ട്, ആ കർത്താവിൻ്റെ വരവിൽ പോകുവാൻ എത്ര പേര് ഒരുങ്ങിയിട്ടുണ്ട്? കർത്താവ് താൻ ഗംഭീരനാദത്തോടും പ്രധാന ദൈവദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിൻ്റെ കാഹളത്തോടും കൂടെ വരുമ്പോൾ ആ മധ്യാകാശത്തിലെ പൊൻപുലരിയിൽ ഈ മാതാവിനെ വീണ്ടും കാണാമെന്ന പ്രത്യാശയോടെ എൻ്റെ വാക്ക് നിർത്തുന്നു. പ്രത്യേക ഞങ്ങളുടെ കീരിത്തോട് ഇന്ത്യ പെന്തക്കോസ്ത് ദൈവസഭയുടെ പേരുള്ള അനുശോചനം അറിയിക്കുന്നു. അതുപോലെ ഞങ്ങളുടെ കാഞ്ഞിരമോളിൽ ഭവനത്തിലുള്ള എല്ലാവിധ അനുശോചനം അറിയിക്കുന്നു. ദൈവം നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. താങ്ക് യു ബ്രദർ.